നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. എന്നെ ബാഴ്സലോണയിലേക്ക് സൈൻ ചെയ്യാതിരുന്നത് ഞാൻ കാണാൻ വിരൂപനായതുകൊണ്ടാണ്, അഗ്ലി ആയതുകൊണ്ടാണ്. തുറന്നടിച്ചു പറയുകയാണ്. ഇതിഹാസ താരം 109 അന്താരാഷ്ട്ര മത്സരങ്ങൾ റഷ്യയ്ക്ക് വേണ്ടി കളിച്ചിട്ടുള്ള താരം ഇപ്പോൾ വിക്ടർ ഒനോപ്കോ ഒരു പോഡ്കാസ്റ്റിലാണ് ഇത്തരം കാര്യങ്ങൾ തുറന്നു പറഞ്ഞിരിക്കുന്നത്. ഇതേപോലെയുള്ള ചില കഥകൾ റൊണാൾഡിനോയും റയൽ മാഡ്രിഡുമായി ബന്ധപ്പെട്ട് പലരും പ്രചരിപ്പിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. റൊണാൾഡിനോയുടെ കാലം അദ്ദേഹം PSG നിന്ന് ബാഴ്സലോണയിലേക്ക് പോയത്. ശരിക്കും അന്ന് റയൽ അങ്ങനെ ഒരു നീക്കം നടത്തിയിരുന്നോ? അക്കാലത്തൊന്നും മാധ്യമങ്ങൾ അത് വല്ലാതെ കണ്ടില്ല. ഇപ്പോൾ പലരും ഇങ്ങനെ പ്രചരിപ്പിക്കുന്നത് കാണാം. കാരണം അന്ന് റൊണാൾഡിനോയ്ക്ക് വേണ്ടി ശ്രമങ്ങൾ നടത്തിയത് യുണൈറ്റഡ് ആയിരുന്നു. ഫെർഗൂസൻ അത് പറയുകയും ചെയ്തു. ആ പയ്യൻ എന്താണ് ചിന്തിക്കുന്നത് എനിക്കറിയില്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അങ്ങനെയാണ് പിന്നെ റൊണാൾഡിനോ ബാഴ്സയിലൊക്കെ പോകുന്നത്. പിന്നീട് ക്രിസ്ത്യാനോ റൊണാൾഡോയോ അതുപോലെയുള്ള താരങ്ങളൊക്കെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് കളിക്കുകയുണ്ടായി. അതുപോലെ ആൻഡേഴ്സണും നാനിയുമൊക്കെ യുണൈറ്റഡിലേക്ക് വന്നു. അതൊക്കെ ഈ റൊണാൾഡിനോയെ കിട്ടാത്തതിൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ചെയ്തതാണ് എന്ന് പല നിരീക്ഷകരൊന്നും പറയാറുണ്ടായിരുന്നു. ഏതായാലും റൊണാൾഡിനോ റയൽ കഥ പലരും പാടി ഇങ്ങനെ പറയാറുണ്ട്. അഗ്ലി ആയതുകൊണ്ട് സൈൻ ചെയ്തില്ല, സുന്ദരനായ ബെക്കാമിനെ സൈൻ ചെയ്തെന്നൊക്കെ. ഇപ്പോൾ അതേ ബാഴ്സലോണയെക്കുറിച്ച് ഒരു ഇതിഹാസ താരം തുറന്നങ്ങ് പറയുകയാണ്. വിക്ടർ ഒനോപ്കോ തുറന്നു പറയുകയാണ്. അദ്ദേഹം ഒരു പോഡ്കാസ്റ്റിലാണ് ഇക്കാര്യം പറഞ്ഞിരിക്കുന്നത്. എൽ ബിഗോറ്റ് ഡി അബാഡിയ എന്ന ഒരു പോഡ്കാസ്റ്റിലാണ് ഇത് പറയുന്നത്. അപ്പോൾ ഇത് ലോകത്തെ പ്രധാന മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തു. വേണ്ട, അർജൻറ്റീൻ മാധ്യമം TYC സ്പോർട്സ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഒരു പ്രത്യേക വിഭാഗം ഫാൻ ബേസിന് അത് മതിയല്ലോ, വേറെ സംശയങ്ങൾ ഇനി വേണ്ടല്ലോ. അപ്പം അദ്ദേഹം തന്നെ അത് തുറന്നു പറയുകയാണ്. അദ്ദേഹം പറയുന്നു, ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, ബാഴ്സലോണയ്ക്ക് എന്നെ സൈൻ ചെയ്യണമായിരുന്നു. പക്ഷേ ആ സമയത്ത് യോഹാൻ ക്രൈഫോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു അസിസ്റ്റൻറ്റോ പറഞ്ഞു, ഞാൻ അഗ്ലിയാണ്, കാണാൻ വിരൂപനാണ്, അതുകൊണ്ട് എന്നെ സൈൻ ചെയ്യേണ്ട, എൻ്റെ കോൺട്രാക്റ്റ് വാങ്ങിക്കേണ്ട എന്ന് തീരുമാനിച്ചു എന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. അതാണ് അദ്ദേഹം പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ നമുക്കറിയാമല്ലോ, ഈ താരം സ്പാനിഷ് ഫുട്ബോളിൽ 95-ലാണ് എത്തുന്നത്. 1995 റയൽ ഒവീഡോയിലൂടെയാണ് സ്പെയിനിൽ കളിക്കുന്നത്. പിന്നെ റയൽ വയക്കാനോയിൽ കളിക്കുന്നുണ്ട്. അങ്ങനെ 2003 വരെ, 1995 മുതൽ 2003 വരെ അവിടുത്തെ പ്രധാന ക്ലബ്ബുകളിൽ കളിച്ചിട്ടുള്ള ആളാണ്. അപ്പോൾ ക്രൈഫിൻ്റെ ഒരു കാലഘട്ടം എന്ന് പറയുമ്പോൾ അത് ഏതാണ്ട് ഇതിൻ്റെ ഒരു സമയം തന്നെയാണ്. ക്രൈഫ് ബാഴ്സയുടെ കോച്ചായിരുന്ന കാലം നോക്കിയാൽ 1988 മുതൽ 1996 വരെയാണ്. അപ്പോൾ ആ ഒരു സമയം എന്തായാലും ഇതുമായി കൂട്ടിയോജിക്കുന്ന സമയം തന്നെയാണ്. അതാര് പറഞ്ഞു എന്നുള്ളതിൽ അദ്ദേഹത്തിന് വ്യക്തതയില്ലെങ്കിലും പക്ഷെ അദ്ദേഹം മനസ്സിലാക്കിയിട്ടുള്ളത് ഒന്നേ ക്രൈഫ് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ അസിസ്റ്റൻ്റാണ് ഈ ഒരു മൂവ് തടഞ്ഞിട്ടുള്ളത് എന്ന്. എന്തായാലും ഒരിക്കൽ അദ്ദേഹം കാറ്റലൻ ടീമിനെതിരെ കളിച്ചിട്ടുണ്ട്. റയൽ ഒവീഡോയ്ക്ക് വേണ്ടി കളിക്കുമ്പോൾ 2001 ക്യാമ്പ് നൗവിൽ കളിച്ചിട്ടുണ്ട്. 1-0 വിജയിച്ച് കയറുകയും ചെയ്തിട്ടുണ്ട്. മാത്രമല്ല ഇദ്ദേഹം ഒരു കാര്യം കൂടി പറയുന്നുണ്ട്, തനിക്ക് അത്ലറ്റിക്കോ മാഡ്രിഡിലേക്ക് ചേക്കാനുള്ള അവസരം ഉണ്ടായിരുന്നു. അത്ലറ്റിക്കോക്ക് താല്പര്യവും ഉണ്ടായിരുന്നു, പക്ഷേ അത് തടയപ്പെട്ടു ആ ഒരു മൂവ് എന്നുകൂടി അദ്ദേഹം പറയുന്നുണ്ട്. അതിൽ അദ്ദേഹം വിശദീകരിക്കുന്നത് ഒരു ലോങ് സ്റ്റോറിയാണ്. ഇപ്പം റയൽ ഒവീഡോയിൽ നിന്ന് ആൻഡിക്ക് പോകുന്നു, അത്ലറ്റിക്കോയിലേക്ക് പോകുന്നു. അപ്പോൾ ഞാൻ ഒവീഡോയുമായിട്ട് ഓഗസ്റ്റിലാണെന്ന് സൈൻ ചെയ്യുന്നത്, പക്ഷേ ഞാൻ ജനുവരിയിൽ മാത്രമാണ് അവിടേക്ക് ജോയിൻ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, എൻ്റെ കോൺട്രാക്റ്റിൽ എനിക്ക് $1 അധികം ലഭിക്കുന്ന ഒരു ഓഫർ വന്നാൽ എനിക്ക് പോകണം, അങ്ങനെ ഒരു ക്ലോസ് കൂടി എഴുതി ചേർക്കണമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അങ്ങനെ മാഡ്രിഡിൽ നിന്ന് എനിക്ക് ഓഫർ വന്നു, അത്ലറ്റിക്കോ മാഡ്രിഡിൽ നിന്ന്. പക്ഷേ ആ ഒരു ക്ലോസ് ആരോ എൻ്റെ കോൺട്രാക്റ്റിൽ എഴുതി ചേർക്കാതെ റിമൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഇന്ത്യ എനിക്ക് വീഡിയോയിൽ തന്നെ തുടരേണ്ടി വന്നു. പക്ഷേ ഞാൻ അവിടെ പിന്നീട് ഹാപ്പിയായി എന്നുകൂടി ഇപ്പോൾ റഷ്യൻ ഇതിഹാസം പറയുന്നു. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ്.